നാടിന് പേര് രൂപം കൊണ്ടത് ആരാധനാലയം വഴിയാണെന്ന ഐതിഹ്യവും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡൈനാമിറ്റ് ഉപയോഗിച്ച് തകർത്ത ഗോപുരം എന്ന ചരിത്രവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് മലപ്പുറത്ത് എടവണ്ണ പാറക്കടുപ്പത്തുള്ള തൃക്കളയൂർ മഹാദേവ ക്ഷേത്രം. ഒരു ശ്രീകോവിലിൽ രണ്ട് ദിശകളിലായി ശിവനെയും പാർവതിയെയും ആരാധിക്കാൻ ഭക്തർക്ക് കഴിയുന്ന അത്യപൂർവ ക്ഷേത്രം കൂടിയാണിത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദൈവമേ കേട്ടുരാമൻ. അത്യപൂർവമായി കാണുന്ന വലിയ വട്ടശ്രീകോവിലുള്ള തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിന് 1500 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്. തൃക്കളയൂർ എന്ന ഈ നാടിന് പേരുത്ഭവിച്ചത് പോലും ക്ഷേത്രത്തിലൂടെയാണ് എന്നാണ് ഐതിഹ്യം. പണ്ട് തൃശൂർ പെരുമ്പളശ്ശേരി കീരങ്ങാട് മലയിൽ ഒരു യോഗി ഉണ്ടായിരുന്നു. യോഗി എങ്ങോട്ട് പോകുമ്പോഴും ഒപ്പം ഒരു കാളയും ഉണ്ടാകും. ഒരിക്കൽ ഇവിടെ കുന്നിൻ മുകളിലെത്തിയപ്പോൾ കാള നിലത്തു കിടക്കുകയും അനങ്ങാതിരിക്കുന്നത് ദിവ്യത്വം ഉള്ളതുകൊണ്ടെന്ന് മനസ്സിലാക്കി യോഗി ഇവിടെ ക്ഷേത്രം നിർമ്മിച്ച് മഹാദേവ പ്രതിഷ്ഠ നടത്തി എന്നുമാണ് വിശ്വാസം. തൃക്കാളയിലൂടെ ഭഗവാന്റെ ചൈതന്യം തിരിച്ചറിഞ്ഞ നാട് പിന്നീട് തൃക്കളയൂർ എന്നറിയപ്പെട്ടു എന്നാണ് ഐതിഹ്യം. ശിവവിഷ്ണു ചൈതന്യങ്ങൾ ചേർന്ന ശങ്കരനാരായണ സങ്കല്പത്തിലാണ് ഇവിടെ മഹാദേവൻ എന്നും ഐതിഹ്യമുണ്ട്. 2 ഇടനാഴികളുള്ള വലിയ വട്ടശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ശിവനും പടിഞ്ഞാറു ഭാഗത്തേക്ക് ദർശനമായി പാർവതിയുമാണ് പ്രതിഷ്ഠ എന്നത് തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേകതയാണ്. തൃക്കളയൂർ ദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ശ്രീകോവിൽ വട്ടശ്രീകോവിലാണ്. കിഴക്ക് ഭാഗത്തേക്ക് ശിവനും പടിഞ്ഞാറ് ഭാഗത്തേക്ക് ശ്രീ പാർവതി ഉള്ള രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇവിടെ പ്രത്യേകിച്ചുള്ള വഴിപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉമാമഹേശ്വര പൂജയാണ്. അത് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പൂജയാണ്. അതുപോലെ തന്നെയാണ് നമ്മളെ വയറ് സംബന്ധമായ അസുഖത്തിന് ഇവിടെ ഒറ്റയപ്പം എന്നുള്ള ഒരു വഴിപാടുണ്ട്. അത് വൈകിട്ടാണ് നമ്മൾ ചെയ്യാറ്. വിശ്വാസത്തിനും ഐതിഹ്യത്തിനുമൊപ്പം വലിയ ചരിത്ര സംഭവങ്ങളുടെ സാന്നിധ്യം കൂടി നിറഞ്ഞു നിൽക്കുന്ന ഒരു ആരാധനാലയമാണ് ഇത്. 1884 ഡിസംബറിൽ ഒരു സംഘം കലാപകാരികൾ ക്ഷേത്രം കീഴടക്കിയപ്പോൾ അവരെ നേരിട്ടത് ബ്രിട്ടീഷ് സൈന്യമായിരുന്നു. ഡൈനാമിറ്റ് ഉപയോഗിച്ച് ഗോപുര കവാടം ഭാഗികമായി തകർത്തായിരുന്നു ബ്രിട്ടീഷ് സൈന്യം കലാപകാരികളെ കീഴടക്കിയത്. ഇതിന്റെ ചരിത്ര ശേഷിപ്പുകളെല്ലാം ഇപ്പോഴും ഇവിടെ ഉണ്ട്. ടിപ്പുവിന്റെ പടയോട്ടവും മലബാർ കലാപവും എല്ലാം കാരണം ക്ഷേത്രത്തിന് ഒരുപാട് നാശമുണ്ടായെങ്കിലും പിൽക്കാലത്ത് അവയൊക്കെ പുനരുദ്ധരിച്ചു. നിലവിൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിൽ വിശേഷ ദിവസങ്ങളിലും സാധാരണ ദിവസങ്ങളിലുമെല്ലാം നിരവധി ഭക്തരാണ് പതിവായി ദർശനത്തിനെത്തുന്നത്. ശാന്തകുമാർ വെള്ളാലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം.